വ്യാജമദ്യം തടയാൻ ശക്തമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ മദ്യ നിരോധന നിയമ ഭേദഗതി തമിഴ്നാട് നിയമസഭ പാസാക്കി. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഈ ബിൽ അവതരിപ്പിച്ചത്. അരുൺ പൂപ്പറമ്പ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെ വ്യവസ്ഥകളുണ്ട് ഈ ബില്ലിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കള്ളക്കുറിച്ചി വ്യാജ മദ്യ ദുരന്തത്തിന് ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. സർക്കാരിന്റെ അലംഭാവമാണ് ഇത്തരത്തിൽ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. അതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുൾപ്പെടെ ഈ വ്യാജമദ്യം തടയുന്നതിന് വേണ്ടി സർക്കാരിന് വീഴ്ച സംഭവിച്ചതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം നിയമസഭക്കകത്തും പുറത്തും ഉയർത്തിയിരുന്നു. വലിയ പ്രതിഷേധങ്ങളും ഉയർന്നിരുന്നു. ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് ഇതിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്, അതിനിയും തുടരും എന്നതാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെ പറഞ്ഞത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ ഇത്തരമൊരു ഭേദഗതി ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ നിയമസഭ പാസാക്കിയിരിക്കുകയാണ്. 1937 മദ്യ നിരോധന നിയമത്തിൽ ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇതിൽ വിൽപ്പന, ഈ വ്യാജമദ്യത്തിന്റെ വിൽപ്പന, അതോടൊപ്പം തന്നെ നിർമ്മാണം, ഇവയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകും. അത് അത്തരത്തിൽ എന്തെങ്കിലും മദ്യം കഴിച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ അതിൽ ജീവപര്യന്തം ഉൾപ്പെടെ ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ വ്യവസ്ഥകൾ കർശനമാക്കിയാണ് പുതിയ ബിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ.